പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു നാടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം നമ്മുടെ ബാലയാണ്. ഈ നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മാമാ പൊണ്ണ് കോകില. അപ്പോ നാടകത്തിന്റെ പേര് എൻ മാമാവെ പറഞ്ഞാൽ എന്നാണ്. ഇതാണ് അപ്പോ നാടകത്തിന്റെ പേര്. നമ്മുടെ ബാലയുടെ സപ്പോർട്ടിനായിട്ട് നമ്മുടെ കോകില എത്തിയിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് ഇതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അപ്പോ ഇന്ന് കഥ നടക്കുന്നത് അങ്ങ് ഗുജറാത്തിലെ എലിസബത്തിന്റെ വീട്ടിൽ നിന്നാണ്. അപ്പോ എലിസബത്ത് ഇപ്പൊ നിരന്തരം ബാലയ്ക്കെതിരെ വീഡിയോ ഇട്ടോണ്ടിരിക്കുകയാണ്. അതെന്തായാലും നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പൊ എലിസബത്ത് ബാലയുടെ അച്ഛനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അത് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അച്ഛനെ കുറിച്ച് പറഞ്ഞത്, ഇങ്ങയുടെ അപ്പൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തോടെ എന്താച്ചാ എന്നൊക്കെ പറയുമ്പോഴേക്ക് എന്നെ തല്ലിക്കൊല്ലേണ്ട കാലമേ കഴിയും. പക്ഷെ എന്തായാലും പറയാം, നോർമലി അപ്പന്മാരെങ്ങനെ പഠിപ്പിക്കുക, പക്ഷെ ഇങ്ങയുടെ അപ്പൻ എന്താ പഠിപ്പിച്ചോണെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുക, ഈവൻ നീ ഒരാളിനെ കൊന്നുണ്ടോ എന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ നീ അപ്പം നോക്കേണ്ട എന്താ വെച്ചാൽ ആരുടെയിലാണ് കൂടുതൽ കാശ്. ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ നന്നായിട്ട് കാശുണ്ട്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. കാശുള്ള സ്ഥലത്താണ് നിയമം ഉണ്ടാവുള്ളൂ എന്നാണ് ഇങ്ങനെ അപ്പൻ ഞാൻ പഠിപ്പിച്ചു എന്നാണ്. നല്ല അപ്പൻ അങ്ങനെ തന്നെ പഠിപ്പിക്കണം. പുള്ളിക്കാരൻ പറഞ്ഞതും അതൊരു യാഥാർത്ഥ്യമാണ്. കാശുള്ളവന്റെ കൂടെ നിയമം നിൽക്കത്തുള്ളൂ. അത് നമ്മൾ ഡെയിലി കാണുന്നതുമാണ്. എന്തായാലും ഇതിന് മറുപടിയായിട്ട് ബാല ഒരു പോസ്റ്റുമായിട്ട് അതൊന്ന് കാണിക്കാം. അച്ഛന്റെ ഒരു വീഡിയോ ഇട്ടുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ബാല ഇട്ടിരിക്കുന്നത്. 5 കൊല്ലം മുമ്പ് മരിച്ചുപോയ എന്റെ അച്ഛനെ കുറിച്ച് പറയാൻ നീ ആരാടി എന്നാണ് അതിനകത്ത് പറയുന്നത്. അത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ തുടങ്ങുന്നത്. ഇതുമായിട്ട് ബാല ഈ ഒരു മറുപടിയുമായിട്ട് ബാല എത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും എലിസബത്ത് അടങ്ങിയില്ല. പിന്നെ എലിസബത്ത് വീഡിയോ ഇടുക. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇന്നോടാണോ ചോദിക്കണേ ഹൂ ഇസ് റേപ്പിംഗ് ഹൂ? ഡൗട്ട് ഉണ്ടെങ്കിൽ കോർട്ടിൽ പോയി ചോദിക്കുക. പിന്നെ എക്സ്പോസ് യുവർ പാസ്റ്റ് ട്രൂത്ത്. എക്സ്പോസ് യു ട്രൂത്ത് അല്ലേ, ഫോൾസ് അല്ലല്ലോ എക്സ്പോസ് ചെയ്യാൻ പോണ്. ട്രൂത്ത് എന്താ വെച്ചാലും എക്സ്പോസ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. വൺ വലിയ ഡ്രാമ. ഓക്കെ, ഇത് ഈ മറ്റേ എന്താ മിഥുന എന്ന് പറഞ്ഞ സിനിമയല്ലേ, അതില് പൊട്ടിക്ക് സ്വാമി നാളികേരം എറിഞ്ഞ് പൊട്ടിക്ക് സ്വാമി എറിഞ്ഞ് പൊട്ടിക്ക് മാമ, അതിന്റെ ഇടയിൽ ഒരു ഭീഷണിയൊക്കെ ഞാൻ ഒരു ഇന്റർവ്യൂല് കേട്ടായിരുന്നു. ഇനി എന്റെ മാമാവെ പറ്റി പറഞ്ഞ ഞാൻ എല്ലാതും പറഞ്ഞു. കേട്ടോ, നമ്മുടെ കോവിലേക്കുള്ള പണിയാണ്. എന്റെ മാമാവെ പറ്റി പറഞ്ഞാൽ ശരിയാക്കും, എന്റെ ജീവിതം പോലും നശിപ്പിക്കും. മാമനെ ഇത്തിരി സ്നേഹമുള്ള കാരനാണ് മിണ്ടാണ്ടിരിക്കണേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇനി എന്തെങ്കിലും അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെന്നെ ഞാൻ ശരിയാക്കും, അവളുടെ ജീവിതം മൊത്തം ഇല്ലാണ്ടാക്കുന്ന ഭീഷണി 2 പേരും മുഴക്കിയിട്ടുണ്ട്. അത് ഇന്റർവ്യൂകളിലും ഉണ്ട്, എന്താ ഇപ്പോ പോസ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇത്രയ്ക്കും ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ഒക്കെ ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല. അതെന്താ പ്രശ്നമില്ലാത്തത്? ഇപ്പൊ ഈ ത്രെറ്റനിങ് ഒക്കെ ഇത്ര സിമ്പിൾ കാര്യമായോ? അപ്പോ കോകിലയ്ക്കും ബാലയ്ക്കും എതിരെ എലിസബത്ത് പിന്നെയും വീഡിയോ ഇട്ടു. എന്തായാലും എലിസബത്ത് പറയുന്നത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു പുല്ലും ഇല്ലാന്ന് പറഞ്ഞാണ് എലിസബത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ കോകില രംഗത്ത് വരുന്നത്. ബാലയുടെ പുതിയ അടവ്. ഈ ബാലയുടെ ഒരു സ്വഭാവമുണ്ട്. ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോഴത്തേക്കും പെണ്ണിനെ വെച്ച്, അതായത് പിന്നെ അമൃത ഉള്ള സമയത്ത് അമൃതയെ വെച്ചാണെങ്കിലും, പിന്നെ അതേപോലെ തന്നെ എലിസബത്ത് ഉള്ള സമയത്ത് എലിസബത്തിനെ വെച്ചിട്ടാണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പൊ കോകിലയെ വെച്ചിട്ട് തന്നെയാ ലാസ്റ്റ് അടവ്, 19ാമത്തെ അടവാണ് ഈ പെണ്ണിനെ ഇറക്കൽ എന്ന് പറയുന്നത്. അങ്ങനെ പുള്ളി ഒരു വീഡിയോ എലിസബത്തിനെതിരെ ഇട്ടു. അപ്പൊ അതിനകത്ത് ക്യാമറമാനും സംവിധായകനും സംഭാഷണവും എല്ലാ സംഭവങ്ങളും ബാലയാണ്. അപ്പൊ ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാടകം ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. എൻ മാമാവെ പറഞ്ഞാൽ. അപ്പൊ അതെ നാടകം ആരംഭിച്ചിട്ടുണ്ടെന്ന് കണ്ടുനോക്ക്. ജസ്റ്റിസ് ഫോർ കോകില. ജസ്റ്റിസ് ഫോർ അവർ ഫാമിലി. അതെ, മാമാവെ പറഞ്ഞാൽ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ ആ ഒരു എൻട്രിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത വീഡിയോ. நான் என்ன சொல்ல வரேன்னா, மாமா நீங்க ஒரு கேர்ளா இருந்து இது இருக்கு அது இருக்கு அப்படி இப்படி நிறைய விஷயங்கள் சொல்றீங்க. பட் மாமா ஒரு எப்படி சொல்றது, ஒரு ஜென்னா இருந்து அவர் சொல்ல முடியாத நிறைய விஷயங்கள் இருக்கு. அதெல்லாம் சொன்ன எங்களுக்கு அது அசிங்கம். உங்களுக்கு அது அசிங்கமோ இருக்கோ இல்லைയോ, അത് എங்களுக்கு ரொம்ப അസിംഗം. പുള്ളിക്കാര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ എന്തൊക്കെയോ അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അസിംഗമല്ല എന്നാ പറയുന്നത്. അപ്പൊ ഈ ഉങ്ങളുടെ മാമ ചെയ്യുന്നതൊക്കെ അസിംഗം. ഇതൊക്കെ എല്ലാ മക്കൾക്കും പുരിയും, தெரியுமா? അപ്പോ കുപ്പത്തൊട്ടിയില് കുറച്ച് കുപ്പ കൊണ്ടിട്ടാലും അതിന്റെ നാറ്റത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. നാറിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് ഉങ്ങളുടെ മാമാവുടെ ക്വാളിറ്റി. என் மாமாவோட ரொம்ப சந்தோஷமா நல்லா இருக்கேன். നല്ല കാര്യം. ഇത് അങ്ങ് അവസാനം വരെ കണ്ടാ മതി.
நீங்க வந்து ரெஜிஸ்டர் மேரேஜ் பண்ணிருக்கீங்கல்ல, அதை வந்து ஃபர்ஸ்ட் இந்த மக்களுக்கெல்லாம் சொல்லுங்க. ஏதோ நாங்க ஏமாத்துறோம், அது பண்றோம், இது பண்றோம் நீங்க சொல்றீங்கல்ல, நீங்க ஃபர்ஸ்ட் இவங்களெல்லாம் ஏமாத்துறீங்கல்ல, அவங்கள ஃபர்ஸ்ட் நீங்க சொல்லுங்க. யார் உங்க ஹஸ்பண்ட்? ஃபர்ஸ்ட் உங்க ஹஸ்பண்ட் யார்? ஒரு டாக்டர் தானே. அதை ஃபர்ஸ்ட் நீங்க வெளியில சொல்லுங்க. உங்க ஹஸ்பண்டோட நீங்க சந்தோஷமா இருங்க. நீங்க போனீங்கல்ல, எதுவுமே வேணான்னு போனீங்கல்ல, இப்போ மட்டும் எப்படி 1.5 வருஷம் கழிச்சு வந்து நீங்க பேசுறீங்க? அப்ப சொல்லுங்க, കൊറേ ചൊല്ലുങ്കാന്ന് ചോദിക്കുന്നുണ്ട്, ആരും சொல்ல മാട്ടേ. മാമാ കൊണ്ട് കോവില വന്ന് ഇവിടെ ചൊല്ലുന്നത് എന്താന്ന് தெரியுமா? കോവില சொன்னது എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തിന് മുന്നാടി ഒരു കാമുകൻ ഇറുക്കെ, ഒരു ഡോക്ടർ കാമുകൻ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ എല്ലാവർക്കും ചെയ്യാവല്ലോ എന്നൊക്കെയാണ് കോവില വന്ന് ചൊല്ലുന്നത്. ശരിക്കും എലിസബത്ത് ഒക്കെ മിണ്ടാണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ പോയി അങ്ങോട്ട് പോയി കയറി ചൊറിഞ്ഞത്. കാര്യം അതിന് പ്രൂഫ് ഉണ്ട്. അപ്പോ ഇതിപ്പം ആ ചൊറിഞ്ഞ സമയത്തുള്ള ഒരു കമന്റ് ആണ്. ഇതിനകത്ത് വന്നേക്കുന്ന ഇപ്പം കോവില പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് ഈ കമന്റിനകത്തുള്ളത്. ഡിവിഷൻ ഡിസോൺ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് നേരത്തെ ചെയ്തതാണ്. അപ്പൊ ആ ഒരു കമന്റ് ആണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ ഡിവിഷൻ ഡിസോൺ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അറിയാത്ത ആരുമല്ല, ബാല പറഞ്ഞിട്ട് തന്നെയാണ് ഈ കമന്റ് ഇട്ട. ബാലയുമായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഈ കമന്റ് വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. അതിനകത്ത് പറയുന്നത്, ഡോക്ടർ എലിസബത്ത്, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആരാണ്? അത് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയൂ. ബാലയാണോ അല്ലെങ്കിൽ ഡോക്ടറാണോ? നേരത്തെ 10 ദിവസം കൊണ്ട് കല്യാണം കഴിച്ചു പുള്ളിക്കാരൻ, എന്നിട്ട് 10 ദിവസം കൊണ്ട് കളഞ്ഞിട്ട് പോയി എന്നാണ് പറയുന്നത്. പിന്നെ ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറെ പോയി പുള്ളിക്കാരി എലിസബത്ത് കാണുന്നുണ്ടെന്നൊക്കെ ആ കമന്റിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ കുറെ നാൾക്ക് മുമ്പ് അവനാണ് ഈ ഒരു കമന്റ് ഇട്ടത് ആണ്. അന്ന് കുറച്ച് ദിവസമായി കേട്ടോ, കുറച്ച് നാളായി ഈ ഒരു കമന്റ് വന്നിട്ട്. ഈ ഒരു കമന്റിന് പുറകെയാണ് തുരുതുര എലിസബത്ത് ബാലയ്ക്കെതിരെ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറെ കമന്റ്സ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇതുമായിട്ട് കുറെ ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് പിന്നെ അടുത്ത പറയുന്നത്, ഒരുപാട് നീ കിടന്ന് ഇതാവുന്നുണ്ടല്ലോ, അഡ്വക്കേറ്റ് ശ്രീലാൽ ആരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആരാടി ഡോക്ടർ, നിനക്ക് നാണമുണ്ടോടി, നീ ജീവിതം നശിപ്പിച്ചില്ലേ? എല്ലാം ഡിവിഷൻ ഡിസോൺ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ കമന്റ്സ് ഒക്കെ വന്നത്. അവൻ നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യം, ഹൂ ഈസ് യുവർ ഹസ്ബൻഡ്? ഇത് തന്നെയാണ് കോഹ്ലിയും ഇപ്പോൾ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ, എലിസബത്തിനെ പറ്റി എലിസബത്തിനുള്ള ഒരു അറ്റാക്ക് ഇവര് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. ഇതൊക്കെ കണ്ട് കുരുപൊട്ടിയിട്ടാണ് ബാലയ്ക്കെതിരെ എലിസബത്ത് ഇറങ്ങി. ശരിക്കും നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെയാണ് തോണ്ടിയത്. അല്ലാതെ ഇപ്പൊ വന്നിട്ട് ഞങ്ങളെ വെറുതെ വിടൂ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു യാതൊരു കാര്യം. അടുത്ത വേറൊരു പിന്നെ കമന്റ് ഉണ്ട്, അതുകൂടെ ഞാൻ വായിക്കാം. എടി മൈ ആരാടി നിന്റെ ഹസ്ബൻഡ്? അതിനകത്ത് ഫുള്ള് തെറി കമന്റ് ആണ്, ചറപറ തെറി കമന്റ് ഇട്ടിരിക്കുകയാണ്. ആ ഒരു ഇതിനകത്ത് മൊത്തം നെഗറ്റീവ് കമന്റ് ആണ് എലിസബത്തിനെതിരെ വരുന്നത്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ അറിയാം ബാല പറഞ്ഞിട്ട് ആരോ ഇട്ടതാണെന്നുള്ളത്. അപ്പൊ എലിസബത്ത് തന്നെ പറയുന്നുണ്ട് എലിസബത്തിന്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളെല്ലാം ബാലയ്ക്ക് അറിയാവുന്നു. അതും എലിസബത്തിനെക്കാളും കൂടുതൽ ബാലയ്ക്ക് അറിയാം. എനിക്ക് തോന്നുന്നത് ഈ ബാലയുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കണം എലിസബത്തിന് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ബാലയുടെ അറിവോടുകൂടി തന്നെ ആരോ കമന്റ് ചെയ്തിരിക്കുന്നതാണ്. കാരണം ഇത് വലുതായിട്ട് ആർക്കും അറിയാത്ത കാര്യമാണ്. അപ്പൊ അക്ക ഇങ്ങനെ വന്ന് പറഞ്ഞതില് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. அப்ப அக்காக்கு പറയാനുള്ള ബാക്കി കാര്യങ്ങൾ இவ்வளவு நாள் இதை நான் சொல்லக்கூடாது. மாமா நான் இதுக்கு முன்னாடியே நான் சொல்ல சொன்னேன். கல்யாணத்துக்கு முன்னாடி மாமா தான் சொன்னாரு, வேண்டாம் போட்டு பாவம், வேண்டாம் நல்லா இருக்கட்டும், அப்படி சந்தோஷமா இருக்கட்டும் சொல்லிட்டு அவர் சொன்னாரு. ஆனா நீங்க வந்து இவ்வளோ கீழ்த்தனமா நீங்க பண்றீங்க. இதுல எவ்வளவு உண்மை எவ்வளவு பொய் இருக்குன்னு எனக்கு நல்லாவே தெரியும். സോ എപ്പടി இந்த மாதிரிலாம் உங்களால பேச முடியுதுன்னு எனக்கு தெரியல. ചമഞ്ഞ് സംസാരിക്കുകയാണിത്. ജീവിക്കാൻ അനുവദിക്കുന്നില്ല എലിസബത്ത് എന്ന തരത്തിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാലയണ്ണൻ വൈഫിനെ ഇറക്കി കളിച്ച പ്ലാൻ കൊള്ളാം, പക്ഷെ ഒത്തില്ല. மாதிரி நீங்க வந்து 15 வருஷமா மெடிசன் சாப்பிடுறீங்க. 15 வருஷமா இதை நீங்க ஃபர்ஸ்ட் எல்லாருக்கும் சொல்லுங்களேன். எல்லாருக்கும் தெரியறது என்னன்னா எலிசபெத் சேச்சினா வந்து ஒரு டாக்டர், அவங்க வந்து நல்லா இருப்பாங்க, பாவமானவங்க, அது மாதிரிதான் நீங்க நினைக்கிறீங்க. ஆனா அவங்க உள்ள வந்து என்ன இருக்குன்னு உங்களுக்கு தெரியவே தெரியாது. അതേ மாதிரி அவங்க ലൈഫിൽ என்ன നടക്കുന്നതും உங்களுக்கு தெரியாது. അപ്പോ ഇവിടെ അക്ക എലിസബത്തിനെ മാനസിക രോഗിയാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ഒരു സെയിം സാധനം തന്നെയാണ് അന്ന് എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി വന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പുള്ളിക്കാരി വന്ന് പറഞ്ഞത്. അപ്പൊ ആ ചേച്ചി ഇവിടെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. എനിക്കിപ്പോ തോന്നുന്നത് ബാലയുടെ ടീമാണ് ആ ചേച്ചി 100% ഉറപ്പാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ബാലയ്ക്ക് ലിവർ കൊടുത്ത ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, ആ പുള്ളിക്കാരൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പുള്ളിക്കാരൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് ബാല വേറെ വീഡിയോ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബാല പറഞ്ഞിട്ടാണ് ആ പുള്ളിക്കാരന് വീഡിയോ ഇട്ടത്. ബാലയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളവരാണ് ഇവരെല്ലാരും.
എന്നാലും എന്റെ പൊന്നു ബാലചേട്ടാ, നിങ്ങൾ ഇത്രയ്ക്കും അതമ്പതിച്ചു പോയില്ല. ഈ PR വർക്ക് കൊടുക്കുന്ന സമയത്ത് 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്ന ആർക്കെങ്കിലും കൊടുത്തു. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് PR വർക്ക് കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് തരാട്ടെ PR വർക്ക്, വേണമെങ്കിൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാം. 1 കോടി രൂപ തന്നാൽ PR വർക്ക് ഞാൻ ഏറ്റെടുക്കാം. ഇതല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? ഇപ്പം എന്താ ബാല ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് പറയിപ്പിക്കുന്ന കാര്യം, എലിസബത്തിനെതിരെ പറയിപ്പിക്കുന്ന കാര്യം ഇപ്പോ കോവിലെ കൊണ്ട് പറയിപ്പിക്കുന്നു. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ വീഡിയോയുടെ അർത്ഥം. தெரியாம நீங்க பாட்டுன்னு வந்து இது அது அது இதுன்னு சொல்லி பேசிட்டு இருக்கீங்க. என்ன சொல்றதுன்னு எனக்கு தெரியல. இதெல்லாம் பார்க்கும்போது எனக்கு ரொம்ப கஷ்டமா இருக்கு. நாங்க வாழணும்னு நீங்க நினைக்கிறீங்கன்னா தயவு செஞ்சு எங்களை வாழ விடுங்க. இல்லனா நீங்க என்ன பண்ணுமோ அது பண்ணுங்க, நாங்களும் என்ன பண்ணுமோ நாங்க അത് പാതുக்கிறோം. വാവ്, സെന്റിമെന്റൽ അപ്രോച്ച്. നമ്മളെ വഴി വിടുങ്കോ എന്നാണ് പറയുന്നത്. ശരിക്കും ഇതിന്റെ കമന്റ് ബോക്സ് ഒക്കെ വായിച്ചു നോക്കിയായിരുന്നു. കഷ്ടപ്പെട്ടാണെങ്കിലും ആൾക്കാർ മലയാളത്തിൽ തമിഴ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. വേണേ 1-2 കമന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇത് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടാ. നീ വേലക്കാരിയായി വന്ന് എന്റെ എലിസബത്ത് അക്കാളുടെ ജീവിതം തുലച്ചില്ലേ, നീ ഇനി ഒന്നുമേ ചൊല്ലരുത്. അന്ത മലയാളി ഉങ്ങളുടെ കാര്യം കേരള മക്കൾക്ക് പുരിയും. നിന്റെ കല്യാണ രാമൻ മാമാവെ കൊണ്ട് ഇന്ത കേരളാവ് വിട്ടു പൊങ്കോന്ന്. എന്റെ മോനറിയാൻ മോളി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് മലയാളത്തിലാണെങ്കിലും തമിഴ് പറയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് നല്ല സൂപ്പർ കമന്റ് കേട്ടോ. സുനിത ഉണ്ണി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് വന്നേക്കുന്നത്. കേരളം വിട്ട് പോങ്കോ എന്നാണ് ലാസ്റ്റ് പറയുന്നത്. അപ്പം കുറെ കമന്റ് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കമന്റ് ഉണ്ട്, നിന്റെ മാപ്പിളയുടെ കയ്യിലിരിപ്പ് താനെ, നിന്നെയും കളഞ്ഞു മാമ പോകും മോളെ, മാമാക്ക് ഒരാളെ തന്നെ ബോറടി താൻ. അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോ നിങ്ങളെയും ബോറടിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത്, മാമനെ വിളിപ്പിക്കാൻ നോക്കുന്ന പെമ്പിളെ, നിന്റെ മാമൻ ഫുൾ ഉടായിപ്പാണ് അണ്ണി. സൂപ്പർ കമന്റ് ഒക്കെയാണ് കേട്ടോ ഇതിന്റെ ഇടയിൽ വന്നിരിക്കുന്നത്. ദിവന്റെ ക്യാമറ വീഡിയോ എടുക്കുന്ന ബാല. എന്റെ ആ ഫോട്ടോ ഒക്കെ കണ്ട പൊളി. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കസ്തൂരി ചേച്ചിയെ. നമ്മുടെ എലിസബത്തിനെതിരെ നിരന്തരം പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ഒരു ചേച്ചിയാണ് നമ്മുടെ കസ്തൂരി ചേച്ചി. അങ്ങനെ നമ്മുടെ കസ്തൂരി ചേച്ചി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി ഫേക്ക് ഐഡി ആണോന്നൊന്നും അറിയത്തില്ല. അപ്പൊ നേരത്തെ കസ്തൂരി ചേച്ചി ഒരു പൂക്കളൊക്കെ വെച്ചിട്ടായിരുന്നു ഒരു പ്രൊഫൈൽ പിക്ക് ഇട്ടിരുന്നത്. ഇപ്പം മുഖം കാണിച്ചുകൊണ്ടൊരു DP ആണ് ഇട്ടത്. അപ്പൊ ഇതാണ് കസ്തൂരി സെൽവരാജ് എന്ന് പറയുന്ന അക്കൗണ്ട്. അപ്പൊ ഇതാണ് DP കൊടുത്തേക്കുന്നത്. ഇതാണോ ബാല നിങ്ങളുടെ അമേരിക്കൻ അമ്മായി? അപ്പൊ ഈ വീഡിയോയുടെ ഇടയിലും കസ്തൂരി ചേച്ചി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 കെട്ടിയ ബാലയോടാണ് 2 കെട്ടിയ എലിസബത്തിനെ കുറിച്ച് പറയുന്നത്. ശരിക്കും ഈ കസ്തൂരിക്ക് ഇതിനകത്ത് എന്താ ലാഭമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ കസ്തൂരി ചേച്ചി നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് വാരി വിതറുകയാണ്. കേട്ടിട്ടില്ലേ? തൂറി എറിയുവാണ്. ശരിക്കും ഈ ചേച്ചിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒറിജിനൽ ആണോ എന്നൊന്നും അറിയത്തില്ല. ഇനി വേറെ വല്ലവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണോ എന്നും தெரியாது. അപ്പൊ എന്റെ ബലമായ സംശയം ഇതാണ് ബാലയുടെ അമേരിക്കൻ അമ്മായി എന്ന് എനിക്ക് തോന്നുന്നു. அப்போ நம்ம மாமா பொண்ணு கோவிலுக்கு പറയാനുള്ള ബാക്കി കാര്യങ്ങൾ കൂടി കേട്ടോക്കാം. எங்க கிட்ட ப்ரூஃப் இருக்கு. பட் இப்போ மாமா வந்து எதுமே போக கூடாது, எந்த விஷயத்துலயும் வேண்டாம் போட்டும் அப்படி சொல்லிட்டு தான் மாமா விடுறாரு. ഈ നന്മ മരത്തിനെ നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. ആ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അപ്പൊ എന്തായാലും പാവം പൊണ്ണല്ലേ, വിട്ടുകളയേ. ഈ പുള്ളിക്കാരി വിട്ടുകളങ്കോ എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇനി എലിസബത്ത് വന്ന് വേറെ വല്ല കാര്യങ്ങളും തുറന്നു പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. அதனால நான் என்ன சொல்றேன்னு எனக்கு தெரியல. അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. പിന്നെ അല്ലാണ്ട് நீங்க வந்து ரெஜிஸ்டர் பண்ண மேரேஜோட ஒருத்தர் இருக்காரு இல்லையா, அவரோட நீங்க சந்தோஷமா வாழுங்க. மாமா வந்து இது பண்ணாதீங்க, நாங்க வந்து சந்தோஷமா வாழ்றோம். அதே மாதிரி അപ്പൊ പുള്ളിക്കാരി പറയുന്ന നിങ്ങൾ എലിസബത്ത് രജിസ്റ്റർ ചെയ്ത ഒരു പുള്ളിക്കാരനുണ്ട്, അയാളുടെ കൂടെ പോയി സന്തോഷമായി വാഴുങ്കോ എന്നാണ് പറയുന്നത്. മാമാവെ എനിക്ക് തരുങ്കോ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞ മാമായെ നമുക്ക് വേണ്ട, നിങ്ങ എടുത്തോണ്ട് പൊക്കോ, തമിഴ്നാട്ടിൽ പൊക്കോ. இந்த കേരളക്ക് ഉങ്ക മാമായെ ഞങ്ങൾക്ക് വേണ്ട ഹേ. இப்போ இதெல்லாம் வந்து உங்களுடைய என்ன சொல்றது ப்ரூஃப் நாங்க கொஞ்சம் எடுத்து வச்சிருக்கோம். நாங்க வந்து கேஸ் கொடுக்க விரும்பல. நீங்க கேஸ் கொடுக்கும் மாமா வந்து அது வேண்டான்னு சொல்லிட்டாரு. ஏன்னா இவ்வளோ நாள் வந்து வேண்டாம் சொல்லிட்டு இருந்தது. இன்னைக்கு நீங்க வந்து இது பண்ணது எனக்கு ரொம்பவே கஷ்டமா இருந்தது. அது இல்லாம இதெல்லாம் வந்து மாமாவும் உங்களுடைய பிரதர் கிறிஸ்டோபர் அவர் இருக்காருல்ல, அவருடைய டெக்ஸ்ட். அப்புறம் இது வந்து 4 கம்ப்ளைண்ட் இருக்கு. அந்த கம்ப்ளைண்டோட இது 2022ல நடந்தது, அது எல்லாமே இருக்கு. இதெல்லாம் வந்து காமிக்கணும்ட்டு எனக்கு இது கிடையாது, பட் நான் சொல்றேன். അങ്ങോട്ട് കാണിക്കുക ഗോകുല ചേച്ചി. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെന്തിനാ പേടിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനല്ലേ നോക്കേണ്ടത്. എലിസബത്ത് എന്തെങ്കിലും ഉടായ്പ കാണിക്കുവാണെങ്കിൽ നിങ്ങൾ അത് അങ്ങോട്ട് പ്രൂവ് ചെയ്യണം. കുറച്ച് പേപ്പർ എടുത്തോണ്ട് വേണ്ടത്
ഇതാണ് കേസ് കൊടുക്കാൻ പോകുന്നത് 2022 ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. ശരിക്കും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല നിങ്ങൾ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിനർത്ഥം നിങ്ങളുടെ കയ്യിൽ ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മലയാളികൾ ശരിക്കും ഇപ്പൊ നിന്നെ ശീലിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വരും. എലിസബത്തിന്റെ ഭാഗത്താണെങ്കിൽ എലിസബത്തിന്റെ ഭാഗത്തെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. മാമ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോകില ചേച്ചിക്ക് പറയാനുള്ള ബാക്കി കൂടെ കേൾക്കാം. சூசைட் வந்து ஐடியல்லையும் நீங்க இருக்கீங்க. அது வந்து ஆமாவா இல்லையா மட்டும் நீங்க சொல்லுங்க. ஏன்னா எதுவுமே வந்து மக்களுக்கு வந்து எல்லாமே நினைச்சிட்டு இருக்காங்க. ரொம்ப மாமா மேல ரொம்ப மிஸ்டேக் இருக்கு. இப்ப எல்லாமே வந்து நீங்க சொன்னது எல்லாமேனால மாமா மேல ரொம்ப பேர் நீங்க ரொம்ப டேமேஜ் பண்ணிட்டீங்க. ഇനി എന്തോന്ന് ഡാമേജ് ആകാം? പുള്ളി തന്നെ ആ ബോഡിക്കകത്ത് ഡാമേജ് പണി വെച്ചിருக்கு. ഇനി കൂടുതൽ ഡാമേജ് ഒന്നും ആക്കാം ഒന്നും ഇല്ല. ഈ തീട്ട കേസിൽ വന്ന് പെട്ടിട്ട് നിങ്ങളുടെ പേരും കൂടെ ഡാമേജ് ആക്കാതെ നോക്കിക്കോ. അതേ നമുക്ക് ചൊല്ലാനുള്ളൂ കേട്ടാ. ആ നന്മയുള്ള ബാലയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. வந்து இப்போ வரைக்கும் மாமா வந்து டேமேஜ் பண்ண கூடாது, பாவம் வேண்டாம் அப்படின்னு சொன்ன ஒரே இதுல ஸோ நீங்க வந்து இன்னும் பண்ணணும், இது பண்ணணும்னா பண்ணுங்க. அதை நான் எப்படி ஃபேஸ் பண்ணுமோ நான் பண்ணிக்கிறேன். இப்போ கூட வந்து மாமா இது பண்ணக்கூடாதுன்னு தான் சொன்னாரு. பட் நீங்க இப்போ ஒரு வீடியோ போட்டிருந்தீங்களா, வாட் ஐ ஹேவ் டு சே அப்படி சொல்லிட்டு மாமா அப்படி சொல்லிட்டு போட்டிருந்தீங்கல்ல, அந்த இதுதான் நான் உங்ககிட்ட சொல்லணும்னு நினைக்கிறேன். இதுக்கப்புறம் ஏமாத்துனீங்கல்ல, நீங்க வந்து கல்யாணம் பண்ணிட்டு அப்புறம் திரும்ப வந்து என் மாமாவை ஏமாத்துனீங்க. இப்போ ஏமாத்திட்டு வந்து 1.5 வருஷம் கழிச்சிட்டு வந்து இப்போ வந்து நீங்க வந்து உரிமை கொண்டாடுறீங்கன்னா அது என்னன்னு எனக்கு தெரியல. ஸோ இதுக்கெல்லாம் வந்து நீங்க தான் பதில் கொடுக்கணும். இதுதான் நான் கேட்டுக்கிறேன் உங்ககிட்ட. இதுக்கு முதல்ல நீங்க பதில் சொல்லிட்டு மற்றது எல்லாமே நீங்க பேசுங்க. ஃபர்ஸ்ட் இதை ஓப்பன் பண்ணுங்க, ஓகேங்களா? ഏമാറ്റി കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തിന് മുമ്പ് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ബാലയെ പറഞ്ഞു പറ്റിച്ചു കെട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. അഥവാ ഇനി എലിസബത്ത് അങ്ങനെ ചെയ്തു എന്ന് തന്നെ വിചാരിക്കും. അതിന് നിങ്ങൾ ചെയ്ത തെറ്റുകളെ എലിസബത്ത് ചെയ്ത തെറ്റുകൾ കൊണ്ട് കവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എലിസബത്ത് വന്ന് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കൊളരുതായ്മകളെല്ലാം വന്ന് വിളിച്ചു പറഞ്ഞപ്പോ എലിസബത്തിന്റെ പാസ്റ്റ് നിങ്ങൾ വിളിച്ചു പറയുന്നു. അത്രയല്ലേ ഉള്ളൂ. എലിസബത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്നതൊക്കെ വിളിച്ചു പറയാം, എനിക്കൊരു കോപ്പമില്ല. അപ്പൊ ഇന്നത്തെ ഡ്രാമ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.